നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ആർ ദ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാറ്റ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് എടുത്തത് ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. ഇവിടെ എന്താ ചെയ്യേണ്ടത്? മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്തായിട്ട് എടുക്കണം? ലെസ് ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതേമാതിരി നമുക്ക് നോക്കിയപ്പോൾ നിങ്ങൾ 2 എക്സാമ്പിൾ ചെയ്തിരുന്നു. പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യേണ്ടത്? ഈ കേസാണ് ശരിയാവുന്നത്. ആ നേരത്തെ കേസ് എടുത്ത് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വേറെ കേസ് ചെയ്ത് നോക്കാം. കേസ് 1 ആക്കി ചെയ്യാം. എക്സ് പോസിറ്റീവും എക്സ് ഈസ് പോസിറ്റീവും വൈ ഈസ് നെഗറ്റീവ്. അങ്ങനെ 2 വാല്യൂസ് എടുക്കാം. എക്സ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കാം, വൈ നെഗറ്റീവ് ആയിട്ട് LHS ഉം RHS ഉം ചെയ്ത് നോക്കാം. നമുക്ക് എക്സ് ഏതാണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ പറയൂ. 5 ആയിക്കോട്ടെ. വൈ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് വാല്യൂ -2 ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. മോഡ് എക്സ് പ്ലസ് വൈ, അതായത് LHS ഒന്ന് എടുത്ത് ചെയ്തു. LHS എടുത്ത് ചെയ്യുമ്പോൾ -5 ആണ്. അതായത് എക്സിന്റെ സ്ഥാനത്ത് 5ഉം വൈന്റെ സ്ഥാനത്ത് എന്താ? -2 ആണ്. അത് കൊടുക്കാം. എക്സ് എത്ര എടുക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 5, വൈ എത്ര നിങ്ങൾ എടുക്കാൻ വിചാരിച്ചത്? -2. ക്വസ്റ്റ്യനിലല്ല, നമ്മൾ അസ്യൂം ചെയ്യാം. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 5ഉം 3ഉം -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് മൈനസ് ചെയ്ത് അതിന്റെ ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇട്ട് അപ്പൊ മോഡുലസ് ഓഫ് 3 എന്താ വരിക? 3 ആണ്. ഇനി RHS ചെയ്ത് നോക്കാം. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ചെയ്യുമ്പോൾ മോഡ് എക്സ് എത്രയാ? 5ഉം മോഡ് വൈ -2 ആണ്. അപ്പൊ 5ന്റെ അബ്സല്യൂട്ട് വാല്യൂ 5 തന്നെയാണ്. സൈൻ ഒഴിവാക്കിയത് -2ന്റെ സൈൻ ഒഴിവാക്കിയത് 2 ആണ്. ആൻസർ 7. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 3 ആണ്. ആ 3 ഏതിനേക്കാൾ ലെസ് ആണ്? ലെസ് ദാൻ എന്തായിരിക്കും? മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഇത് ട്രൂ ആയി, കറക്റ്റ് ആണ്. എക്സ് പ്ലസ് വൈ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ 3ഉം എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ വൈന്റെ അബ്സല്യൂട്ട് വാല്യൂ കൂടെ ആഡ് ചെയ്തപ്പോൾ 7ഉമാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്താ? 3 ലെസ് ദാൻ 7 ആണ്. 3 ലെസ് ദാൻ 7 ആയതുകൊണ്ട് ഇത് ട്രൂ ആയി മാറി. അതുപോലെ നമുക്ക് കേസ് 2 നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ത് ചെയ്യാം? നെഗറ്റീവ് എടുക്കാം. എക്സ് ഈസ് നെഗറ്റീവ് ആൻഡ് വൈ ഈസ് പോസിറ്റീവ്. എക്സ് ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടും വൈ ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുത്തു ചെയ്തു നോക്കാം. അപ്പൊ LHS അതുപോലെ ചെയ്യുമ്പോൾ എന്താ? LHS സൈഡില് ക്വസ്റ്റ്യനിൽ LHSലുള്ളത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് -3ഉം വൈന്റെ സ്ഥാനത്ത് എന്താ? +5 ആണ്. അപ്പൊ എത്ര വരിക? രണ്ടും ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നിട്ടു. അതായത് 5ന്ന് 3 മൈനസ് ചെയ്തു. ഇപ്പൊ 2 അതിന്റെ സൈൻ ഏതാ? പ്ലസ്. ആൻസർ 2 കിട്ടി. അതുപോലെ RHS ഒന്ന് ചെയ്ത് നോക്കുക. RHSല് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആണ്. എക്സിന്റെ സ്ഥാനത്ത് -3ഉം വൈന്റെ സ്ഥാനത്ത് 5ഉം ആണ്. അപ്പൊ -3ന്റെ മോഡുലസ് എന്താ? 3. 5ന്റെ മോഡുലസ് 5 തന്നെയാണ്. അബ്സല്യൂട്ട് വാല്യൂ 5 തന്നെ. അപ്പൊ 8 കണ്ടാൽ അറിയാം 2 ലെസ് ദാൻ 8. അതിൽ നിന്ന് 2 ലെസ് ദാൻ 8 ആയതുകൊണ്ട് നമുക്ക് എക്സ് പ്ലസ് വൈന്റെ അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? മോഡ് എക്സ് പ്ലസ് മോഡ് വൈന്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഈ കേസാണ്. മറ്റേ കേസിൽ നിങ്ങൾക്ക് 2 പോസിറ്റീവ് എടുത്താൽ ഈക്വൽ ആവും, 2 നെഗറ്റീവ് എടുത്താൽ ഗ്രേറ്റർ ആവും, 1 പോസിറ്റീവ് 1 നെഗറ്റീവ് എടുത്താൽ നമ്മുടെ ഈ സെക്കൻഡ് കണ്ടീഷൻ റെഡി ആവും. ഇനി അടുത്ത് നിങ്ങൾ അതുപോലെ ചെയ്തു. അപ്പൊ ഈ കണ്ടീഷൻസ് ട്രൂ ആവണമെങ്കിൽ ഏതാ എടുക്കണ്ടേ? ലെസ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആവണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന് പോസിറ്റീവ് വാല്യൂ വൈക്ക് നെഗറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ എക്സിന്റെ നെഗറ്റീവ് വൈക്ക് പോസിറ്റീവ്. അതായത് ഏതെങ്കിലും 1 ടേം എന്താണ് എടുക്കേണ്ട കേസ്? എക്സ് ആൻഡ് വൈ ഡിഫറെന്റ് സൈനാണ് എടുക്കേണ്ടത്. അതായത് 1 പോസിറ്റീവും 1 നെഗറ്റീവ് എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ്? ബോത്ത് പോസിറ്റീവ് എടുത്താൽ അത് ഈക്വൽ ആണ് വരിക, ബോത്ത് നെഗറ്റീവ് എടുത്താലും ഈക്വൽ എന്നുള്ള കണ്ടീഷനാണ് വരിക. നമ്മൾ എടുക്കേണ്ട വാല്യൂസ് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ 1 നമ്പർ ഈസ് പോസിറ്റീവ് അതർ നമ്പർ ഈസ് നെഗറ്റീവ്. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഏത് കേസാണ് ട്രൂ ആവുക? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഇനി നിങ്ങൾക്ക് അടുത്ത ചെയ്ത് നോക്കാം. മോഡ് എക്സ് എക്സ് പ്ലസ് വൈ മൂന്നാമത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂ
എക്സ് പ്ലസ് വൈ, ഈ അബ്സല്യൂട്ട് വാല്യൂ ഇത് സെക്കൻഡ് ആയിരുന്നു. തേർഡ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് അബ്സല്യൂട്ട് ഓഫ് വൈ. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതുവരെ നമ്മൾ പോസിറ്റീവ് ചെയ്ത് നോക്കിയപ്പോഴും ഈക്വലായി, ബോത്ത് നെഗറ്റീവ് എടുത്ത് നോക്കിയപ്പോഴും ഈക്വലായി. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എടുക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് എന്താ വരുന്നത്, ലെസ് ദാൻ. ഇനി ഏതെങ്കിലും നമ്പേഴ്സ് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കേസ് ശരിയാവുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഈ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ട്രൂ ആണ്, കണ്ടീഷൻസ് ഇല്ല. അപ്പൊ അങ്ങനെ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് ദർ ആർ എക്സ് ആൻഡ് വൈ ആർ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? തേർഡ് കേസിൽ, തേർഡ് പ്രൂഫിൽ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ വരിക? ആർ ദർ എനി എക്സ് ആൻഡ് വൈ, ആർ ദർ എനി എക്സ് ആൻഡ് വൈ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ എക്സ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് വരിക, അതായത് തേർഡ് കണ്ടീഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ 6th ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് മോഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ എന്നതിൽ ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ, mod x plus y, are there any number x and y such that absolute value of x plus y greater than absolute value of x plus absolute value of y എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്? അങ്ങനെ ഒരു നമ്പേഴ്സേ ഉണ്ടാവില്ല. രണ്ടും പോസിറ്റീവ് എടുക്കുമ്പോൾ ഈക്വൽ എന്ന കേസാണ് വരിക, രണ്ടും നെഗറ്റീവ് എടുക്കുമ്പോഴും ഈക്വൽ എന്നാണ് ട്രൂ ആവുക. പക്ഷേ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, അത് വൺ നമ്പർ പോസിറ്റീവും വൺ നമ്പർ നെഗറ്റീവ് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏത് കണ്ടീഷനിൽ ട്രൂ ആവണത്? ലെസ് ദാൻ എന്നുള്ള സൈനാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതാം? ദർ ആർ നോ നമ്പേഴ്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. അത് 6th ക്വസ്റ്റ്യനും നിങ്ങൾ കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കേണ്ടത് വാട്ട് ആർ ദ നമ്പേഴ്സ് എക്സ് ഫോർ വിച്ച് what are the numbers for which x minus 2 absolute value of x minus 2 plus absolute value of x minus 8 equal to 6. എന്താണ്? what are the values of x absolute value of x minus 2 plus absolute value of x minus 8 equal to 6. absolute value of x minus 2, absolute value of x minus 8 equal to 6. ഇതിൽ വാല്യൂ ഓഫ് എക്സ് ആണ് കാണുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടത്? രണ്ടും പോസിറ്റീവ് ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കാം. എക്സിന്റെ വാല്യൂസ് ഏതിനൊക്കെ ബിറ്റ്വീൻ ആണ് വരിക? നമുക്ക് ഒന്ന് 2 ആണ് കിട്ടിയത്, ഒന്ന് 6 ആണ്. ആ വാല്യൂസിന് ബിറ്റ്വീൻ ആണ് നമുക്ക് ആൻസർ വരിക. ഈ എക്സിന്റെ വാല്യൂസ് ബിറ്റ്വീൻ ഏതായിരിക്കണം? 2 കൊടുത്തപ്പോൾ കറക്റ്റ് എക്സ് 2 ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് 8 ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും ഇതെന്താവും? കേസ് ശരിയാവും. അപ്പോൾ 3 കൊടുത്താൽ ഇത് റെഡിയാണ്. 3 കൊടുത്താൽ 3 മൈനസ് 2, 3 മൈനസ് 2 എത്രയാണ്? -1 വരിക. 1 ഇവിടെ എഴുതുക, ഇവിടെ 3 കൊടുക്കണം. 3 8 പോയാൽ 5. അപ്പോൾ 1ഉം 5ഉം കൂടെ ഏത് വാല്യൂ? അപ്പോൾ ഞാൻ എക്സിന് ഇതിൻ്റെ ഇടയിലുള്ളൊരു 3 എന്ന് കൊടുത്തു. അപ്പോൾ 3 കൊടുക്കുമ്പോൾ എന്താ? 3 മൈനസ് 2, 3 മൈനസ് 8 ചെയ്ത് നോക്കിയാൽ 1, ഇത് -5 ആണ്. അപ്പോൾ എന്താ വരിക? 1 + 5 6 വരും. അതുപോലെ എന്ത് ചെയ്യാം? 4 കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആവും. 5 കൊടുക്കുമ്പോൾ റെഡി ആവും. അപ്പോൾ ഏതിനൊക്കെ ബിറ്റ്വീനുള്ള വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് എക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ? 2നും 6നും ബിറ്റ്വീൻ ആയുള്ള വാല്യൂസ് മാത്രമാണ് നമ്മൾ റിയൽ നമ്പേഴ്സിൽ കൊടുക്കാൻ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ നമ്പർ ഓഫ് എക്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 8 ഈക്വൽ ടു 10 വരുന്ന കേസ്. 6 വരുമ്പോൾ നമ്മൾ പഠിച്ചു അത് ഏതിനൊക്കെ ബിറ്റ്വീനാണ്? 2നും 8നും ഇടയ്ക്ക്. അപ്പോൾ അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കേസ് 1 ചെയ്ത് നോക്കാം. കേസ് 1ൽ എന്താ? പോസിറ്റീവ് എടുക്കുക. എക്സ് മൈനസ് 2 എക്സ് മൈനസ് 8 ഈക്വൽ ടു 10 കണ്ടുപിടിക്കാൻ വേണം. പോസിറ്റീവ് വാല്യൂ എടുത്തു. അപ്പോൾ എക്സിൻ്റെ എക്സും എക്സും കൂടെ ആഡ് ചെയ്ത് 2x എഴുതാം. ഇവിടെ -2 -8 കൂടെ എഴുതാം, -10 ആവും. ഈക്വൽ ടു 10.
അപ്പം 2x ഈക്വൽ ടു 10 അവിടെ വെച്ചു, -10 സമത്തിന് അപ്പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ എന്താ വരിക? +10 അല്ലേ? +10 അല്ലേ വരിക? അതായത് ഇവിടെ ഉള്ള -10 അങ്ങോട്ട് എടുത്തു വെച്ചാൽ +10 ആവും, 20 കിട്ടും. ഇപ്പം 2x 20 ആയതുകൊണ്ട് എക്സ് എന്തായിരിക്കും? 20/2. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 10 ആണ് വരിക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്. ഇനി കേസ് 2ല് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും നെഗറ്റീവ് എടുക്കാം. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x-2ഉം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x-8ഉം ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. അപ്പം നെഗറ്റീവ് എടുക്കാം. നെഗറ്റീവ് എടുക്കുമ്പോൾ നെഗറ്റീവ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്നാണ്. അപ്പോൾ -x, മൈനസും മൈനസും ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ +2 ആവും. ഈ മൈനസ് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഇട്ടുമ്പോൾ -x ആണ്. മൈനസ് ഇൻറ്റു മൈനസ് +8 ആണ്, ഈക്വൽ ടു 10. -xും -6ഉം കൂടെ ആഡ് ചെയ്താൽ -2x ആണ്. 2ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ 10 ആണ്, ഈക്വൽ ടു 10. അപ്പോൾ -2x 10 + 10 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -10 ആവും. അപ്പോൾ 0. അപ്പോൾ -2x 0 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? 0/-2 എന്താ വരിക? 0 ആണ് വരിക. എക്സിൻ്റെ വാല്യൂ 1 കിട്ടിയത് 0യും മറ്റേ എന്തായിരിക്കും? 10 ആണ്. അപ്പോൾ നമുക്ക് മോഡ് x-2 മോഡ് x-8ഉം ഈക്വൽ ടു 10 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? 0 ആൻഡ് 10 ആയിരിക്കും.